പോക്സോ കേസിൽ മുൻകൂർ ജാമ്യം തേടി ആലുവയിലെ നടി ഹൈക്കോടതിയിലേക്ക്. ബന്ധുവായ പെൺകുട്ടിയുടെ പരാതിയിൽ നടിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, 7ഓളം പേർക്കെതിരെ ആരോപണം ഉന്നയിച്ച ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നടിക്കെതിരെ ഒരു പോക്സോ ആരോപണം ഉണ്ടാകുന്നത്. വലിയ തോതിൽ അതിന് പ്രചാരം കിട്ടുകയും എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു വലിയ ആശങ്കയുണ്ടാക്കുകയും ചെയ്ത കേസാണ്. ഇതിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇപ്പോൾ നടി ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. എന്താണ് വിവരങ്ങൾ? മാധു, നടി മിനു മുനീർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുകയാണ്. അവർക്കെതിരെ ബന്ധുവായ പെൺകുട്ടിയാണ് പീഡന പരാതി നൽകിയത്. അതായത് ചെന്നൈയിൽ എത്തിച്ച് അവരെ പെൺവാണിഭ സംഘത്തിന് കാഴ്ചവെച്ചു എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയായിട്ട് വന്നത്. അതുകൊണ്ടാണ് മൂവാറ്റുപുഴ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് നടി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അറസ്റ്റ് ഭയപ്പെടുന്നു എന്നതാണ് നടി ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ കേസ് സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ചെന്നൈയിലാണ് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ ആഴത്തിലുള്ള പരിശോധനകൾ ആവശ്യമാണ് എന്നതാണ് എറണാകുളം റൂറൽ പോലീസ് വ്യക്തമാക്കുന്നത്. കേസ് തമിഴ്നാട്ടിലേക്ക് കൈമാറേണ്ടി വന്നാൽ അത് തമിഴ്നാട്ടിലേക്ക് കൈമാറും. അല്ലാത്ത പക്ഷം ഈ മൂവാറ്റുപുഴയിൽ തന്നെ ഈ കേസ് അന്വേഷിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് എറണാകുളം റൂറൽ പോലീസ് ഉള്ളത്. ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ലഭ്യമാക്കാനായി പരാതിക്കാരിയോട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് ആസ്ഥാനവുമായി റൂറൽ പോലീസ് ബന്ധപ്പെട്ട ഇതിലെ തുടർ നടപടികൾ ആലോചിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ നടി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി എത്തിയിരിക്കുന്നത്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. ബന്ധുവായ പെൺകുട്ടിയുടെ പരാതിയിൽ നടിക്കെതിരെ പോക്സോ കേസ് ചുമത്തിയിരുന്നു. പോക്സോ കേസിൽ മുൻകൂർ ജാമ്യം തേടി ആലുവയിലെ നടി ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ്.